ഹലോ ചങ്ങായിമാർ, എല്ലാവരും ഉറങ്ങിയ ശേഷം പൊളിച്ചക്കറുന്ന സംഭവമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒച്ച ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കേണ്ടതെന്ന് കരുതിയിട്ട് അത്താഴം സൗണ്ട് ഉണ്ടാക്കാതെ കഴിക്കണം. ഈ ആ സമയത്ത് ഞാൻ അടക്കം നീച്ചു വരുന്ന പേര് കരുതിയില്ല. തുമ്പക്ക് അവസാനം പോയി കഴിഞ്ഞാൽ കോയിമുട്ട കിട്ടണമാതിരി നമുക്ക് കിട്ടിയ ഒരു കോയിമുട്ടാണ്. അത് കഴിഞ്ഞ് നേരം പരപരാന്ന് വെച്ചപ്പോൾ നമ്മൾ നീച്ചിങ്ങാണ്ട് കുറച്ച് നേരം രമണിനെ നോക്കിന്ന്. പിന്നെ ബാത്റൂം പോയി കണ്ട് ഈ തൊട്ടി പാത്രം കുറച്ച് വെള്ളം നിറച്ചിട്ട് അയക്കിടുന്ന ഈ സർഫ് മൂടി ഇട്ട് കണ്ട് നമ്മളൊന്ന് മുങ്ങി നീച്ചു. അത് കഴിഞ്ഞ് കണ്ണാടി നോക്കി കണ്ട് ചൊറുക്ക് നോക്കുമ്പോഴാണ് അവിടെ ബ്രഷും ബെസ്റ്റിരിക്കണം. പിന്നെ ആ പല്ലുകൂടി എന്നാണ് വെച്ച് കുളിച്ചും കണ്ട് പുതിയായിട്ട് സാധാരണ കുളിച്ചാത്തപ്പം വരെ കുളിച്ചാൽ വന്നിട്ട് അവിടെ ഒരു മണിക്കൂർ കുത്തിവച്ച ശേഷമുള്ള അടുത്ത ടീമിന്റെ കുത്തിവച്ചലാണിത്. മിന്നു ഡോക്ടർ അടുത്ത ഫേസ് വാഷ് എടുത്തുകൊണ്ട് മേത്തുകൂടെ മൊത്തം പരട്ടി നിൽക്കണം. ഇപ്പോൾ 12 മണിക്കുള്ള ചെക്കൗട്ട് 2 മണിക്ക് ഇറങ്ങിക്കാണ്ട് മാതൃകാട്ടിയുള്ള വരവാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ലഗേജ് മൊത്തം കുത്തിയറച്ച് കണ്ടപ്പോൾ നേരെ വിട്ടത് കൊച്ചിയിൽ വരുന്ന ഫ്രൂസിന്റെ പുതിയ ഔട്ട്ലെറ്റിന്റെ പണി സൈറ്റിക്കാണ്. ഇവിടെ നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ കൊച്ചിയിലുണ്ടാണ്ട് അവിടെ അള്ളാന്റെ റമ്മത്ത്. ഇത് കഴിഞ്ഞ് നമ്മൾ പോയത് യൂസ് പാക്കാടെ പീടിക്കാണ്. ആദ്യം വന്ന പറഞ്ഞ കണ്ടുപിടിച്ചാണ് നമ്മുടെ കടയിൽ ഈ ഓറഞ്ച് 159 ഇവിടെ 259 ആണ്. അതിനടക്ക് പ്രസിഡന്റ് ആറാട്ടൻ വിളിച്ചിട്ട് വാവന്റെ മാനേജറാണ് നമ്മൾ ലുലുലുണ്ട്, നിങ്ങളെന്ന് കാണാൻ പറ്റുമോ? മൂപ്പര് കേട്ട പറഞ്ഞ അതിനെന്താ നമ്മൾ ഫുഡ് കോർട്ടിലുണ്ട്, നിങ്ങൾ ഇവിടെ വരുന്നത്. അവന്റെ കുറച്ച് അഡ്വൈസ് അങ്ങോട്ടും മൂപ്പരാ കുറച്ച് അഡ്വൈസ് ഇങ്ങോട്ടും കൊടുക്കലോ അങ്ങനെയാണ് ഈ കാണുന്നത്. അഡ്വൈസ് കൊടുക്കലുണ്ട്. നോമ്പറക്കാനായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാണ്ട് ഒരു വീഡിയോ കയറിയിട്ട് ജസ്റ്റ് നോമ്പർ തുറന്നു. അത് കഴിഞ്ഞ് കനത്തിലൊന്ന് കുടിച്ചാൽ വേണ്ടി കണ്ട് കയറിയത് ഈ വീഡിയോക്കാണ്. ചെമ്മീൻ കറി ഇമാരി ചോപ്പ് കളറാണ് വരുന്നുണ്ടെങ്കിൽ ഷെഫിന് ഒരു പ്രത്യേക കൈവാണ് വേണം. ഇതെല്ലാം കൂട്ടിക്കാണ്ട് 2 10 നിന്ന് കഴിഞ്ഞ് ഇത്തിരി അൽഫാം അള്ളക്ക് കനങ്ങടെ വരാത്തോട് കുറച്ച് മന്തിയുടെ നിന്ന് പിന്നെ മൊത്തത്തിലൊന്നും തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫലൂതി. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വെച്ച് പിടിച്ചു നമ്മുടെ നാട്ടിക്ക്.